നമസ്കാരം. ബ്രിട്ടനിൽ ഖാലിസ്ഥാൻ അനുകൂലികളുടെ കടുത്ത പ്രതിഷേധം നേരിട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി. ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടായിരുന്നു കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിലേക്ക് പോയത്. ജഡ്ജ് ബിസിനസ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നതിനിടയിലാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ രാഹുൽ ഗാന്ധിക്ക് നേരെ പാഞ്ഞെടുത്തത്. ഖാലിസ്ഥാൻ തീവ്രവാദിയും യൂറോപ്പിലെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ കോർഡിനേറ്ററുമായ പരംജിത് സിംഗ് പമ്മയാണ് ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത്. രംഗം വഷളായതോടുകൂടി അവിടുത്തെ പ്രാദേശിക അധികാരികൾ എത്തിയാണ് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ അവിടെ നിന്നും നീക്കിയത്. 1984 സിഖ് വിരുദ്ധ കലാപത്തിനും അമൃത്സർ കൊലപാതകത്തിനും ഉത്തരവാദികൾ ഗാന്ധി കുടുംബമാണ് എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടായിരുന്നു ഖാലിസ്ഥാൻ വാദികൾ രാഹുൽ ഗാന്ധിക്ക് നേരെ തിരിഞ്ഞത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങളിൽ സിഖുകാർ വെല്ലുവിളി തുടരുമെന്നുകൂടി അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് UK പോലീസ് സുരക്ഷാ വലയത്തിൽ രാഹുൽ ഗാന്ധിയെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. വലിയ ഒരു സുരക്ഷാ വീഴ്ച എന്നൊക്കെ തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ചും വിദേശ രാജ്യത്തുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷനുകൾക്ക് നേരെയും മറ്റും ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഒരു വലിയ ആക്രമണം അഴിച്ചുവിടുന്ന സംഭവ പരമ്പരകൾ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ വർഷത്തിൽ. ഇപ്പോഴത് ഒരു കോൺഗ്രസ് നേതാവിന് നേരെ, പ്രത്യേകിച്ചും രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ മുഖമായ രാഹുൽ ഗാന്ധിക്ക് നേരെ പോലും ഉയർന്നിരിക്കുന്നു. നിലവിൽ എന്തായാലും ഇത് വലിയൊരു ആശങ്ക തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് സമ്മാനിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.